ഹലോ വെൽക്കം ടു ഐ പ്ലസ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് 3 ഫേസ് കണക്ഷൻ്റെ അകത്തെ സ്റ്റാർ കണക്ഷൻ അല്ലേ, സ്റ്റാർ കണക്ഷനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ ലൈൻ വോൾട്ടേജ് ഫേസ് വോൾട്ടേജിൻ്റെ റിലേഷൻ, ലൈൻ കറണ്ട് ഫേസ് കറണ്ടിൻ്റെ റിലേഷൻ, ദെൻ അതിൻ്റെ പവർ എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക, അതിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ദെൻ കുറച്ച് ആ ഒരു പാർട്ടിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. യെസ്. സോ അതിൻ്റെ ബാക്കിയായിട്ട് ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതും നമ്മളൊരു 2 പാർട്ടായിട്ട് ചെയ്യും. സ്റ്റാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും, അത്ര ടഫുള്ള കാര്യമൊന്നുമല്ല. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക സെയിം കാര്യം തന്നെ, എന്താണ് ലൈൻ വോൾട്ടേജ് ഫേസ് വോൾട്ടേജിൻ്റെ റിലേഷൻ, ലൈൻ കറണ്ട് ഫേസ് കറണ്ടിൻ്റെ റിലേഷൻ, ദെൻ പവറിൻ്റെ ഇക്വേഷൻ, ദെൻ അതിനുശേഷം നമുക്ക് സ്റ്റാർ ടു ഡെൽറ്റ, ഡെൽറ്റ ടു സ്റ്റാർ എങ്ങനെ കൺവേർട്ട് ചെയ്യാം, ദെൻ അതിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ, ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു ഡെൽറ്റ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ സ്റ്റാർട്ട് ചെയ്താലോ. യെസ്. സോ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് എന്താണ് ഡെൽറ്റ അല്ലെങ്കിൽ മെഷ് കണക്റ്റഡ് സിസ്റ്റം എന്നാണ്. ഡെൽറ്റ എന്നും പറയും അല്ലെങ്കിൽ മെഷ് കണക്റ്റഡ് സിസ്റ്റം എന്നും പറയും. നമ്മൾ അത് എന്താണെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇൻ ദിസ് മെത്തേഡ് ഓഫ് ഇന്റർ കണക്ഷൻ, the dissimilar ends of the 3-phase windings of the alternator are joined together. That is, finishing end of one phase is connected to the starting end of the other phase. സ്റ്റാറിൽ എങ്ങനെയായിരുന്നു? സ്റ്റാറിൽ നമ്മൾ സിമിലർ എൻഡ്സ് ആയിരുന്നു ജോയിൻ ചെയ്തത്. എന്നിട്ട് ആ പോയിന്റിന് നമ്മൾ ഒരു സ്റ്റാർ പോയിന്റ് ആയിട്ട് അല്ലെ ഒരു ന്യൂട്രൽ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഇവിടെ എന്താ ചെയ്യാന്നറിയോ? യെസ്, ഡിസിമിലർ എൻഡ് ഓഫ് വേരിയസ് ഫേസസ് ആണ് നമ്മളിവിടെ കണക്ട് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ഫേസ്, ഞാൻ ഇതിനെ R ഫേസ് എന്ന് വിളിക്കുകയാണ്. ആ R ഫേസിന് ഒരു സ്റ്റാർട്ടിങ്ങും ഒരു എൻഡിങ്ങും ഉണ്ടാവുമല്ലോ, സ്റ്റാർട്ടിങ്ങും ഫിനിഷിങ്ങും ഉണ്ടാവും. ദെൻ ഇതിന് ഞാൻ Y ഫേസ് എന്ന് വിളിക്കുകയാണെങ്കിൽ ആ Y ഫേസിന് ഒരു സ്റ്റാർട്ടിങ്ങും ഫിനിഷിങ്ങും ഉണ്ടാവും. ദെൻ B ഫേസ്, ഓക്കെ, അതിനൊരു സ്റ്റാർട്ടിങ്ങും ഫിനിഷും ഉണ്ടാവും. സോ R ഫേസിൻ്റെ ഫിനിഷിങ്ങിലായിരിക്കും ഞാൻ നെക്സ്റ്റ് ഫേസിൻ്റെ സ്റ്റാർട്ടിങ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, യെസ്, ഈ രീതിയിൽ കണക്ട് ചെയ്തു. ദെൻ Y ഫേസിൻ്റെ ഫിനിഷിങ് എടുത്തിട്ട് എന്ത് ചെയ്തു? യെസ്, അടുത്ത ഫേസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കണക്ട് ചെയ്തു. ദെൻ ഇവൻ്റെ ഫിനിഷിങ് എടുത്തിട്ട് അടുത്ത ഫേസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കണക്ട് ചെയ്തു. സോ ഡിസിമിലർ, ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഡിസിമിലർ എൻഡ്സ് ഓഫ് 3 ഫേസ് വൈൻഡിങ് ഓഫ് ആൻ ആൾട്ടർനേറ്റർ ആർ ജോയിൻഡ് ടുഗദർ. അപ്പോൾ ഇതാണ് ഡെൽറ്റ കണക്റ്റഡ്. നമ്മുടെ ഗ്രീക്ക് ലെറ്റർ ഡെൽറ്റ, ഡെൽറ്റ നമ്മളിങ്ങനെയല്ലേ വരക്കുക. യെസ്, അപ്പോൾ അതുപോലെ ഷേപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഡെൽറ്റ കണക്റ്റഡ് എന്ന് പറയും. അതേപോലെ മെഷ് കണക്റ്റഡ് എന്ന് പറയും. എന്തുകൊണ്ടാണ് മെഷ് ആയത്? ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണ് അല്ലേ, ക്ലോസ്ഡ് സർക്യൂട്ടാണ്. നമ്മൾ മെഷ് അനാലിസിസ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ദെൻ ഇതിൻ്റെ കേസിലുള്ള ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജൊക്കെ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. യെസ്, അതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. സോ EBR കണ്ടോ, EBR എന്ന് പറയുന്നത് എന്തായിരിക്കും? അതൊരു ഫേസ് വോൾട്ടേജ് ആയിരിക്കും അല്ലേ. യെസ്, ഒരു ഫേസ് വോൾട്ടേജ് ആയിരിക്കും. നമുക്ക് കിട്ടുന്ന ഫേസ് വോൾട്ടേജ് ആയിരിക്കും EBR എന്ന് പറയുന്നത്. ഈ ഒരു ഫേസിലെ വോൾട്ടേജ് EBR. ദെൻ YB എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും? യെസ്, അത് ഫേസ് വോൾട്ടേജ് തന്നെയാണ്. ഈ 2 പോയിന്റുകൾക്കിടയിലുള്ള വോൾട്ടേജ് അതും ഫേസ് വോൾട്ടേജ് തന്നെയാണ്. ദെൻ RY എന്ന് പറയുന്നത് എന്താ? അതും ആക്ച്വലി ഫേസ് വോൾട്ടേജ് തന്നെയാണ്. നമ്മുടെ സോഴ്സ് സൈഡിലുള്ള വോൾട്ടേജ് RY അല്ലേ, അതും ഫേസ് വോൾട്ടേജ് തന്നെയാണ്. നമുക്കിനി ലൈൻ വോൾട്ടേജ് നോക്കിയാലോ. ലൈൻ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പുറത്തേക്ക് കണക്ഷൻ എടുക്കുകയാണെങ്കിൽ അല്ലേ, കണ്ടക്ടർ പുറത്തേക്ക് വലിക്കുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും നമുക്ക് നോക്കാം. സോ ഞാൻ R ഫേസിനും Y ഫേസിനും ഇടയിൽ ഞാനിങ്ങനെ കണ്ടക്ടർ പുറത്തേക്ക് വലിച്ചു, കേബിൾ വലിച്ചു. അപ്പോൾ എനിക്ക് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം അല്ലേ, VRY കണ്ടുപിടിക്കണം. നിങ്ങൾ നോക്കി ഈ പിക്ചർ നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞേ, ഈ VRY എന്ന് പറയുന്നത് ERY തന്നെയല്ലേ. യെസ്, വേറെ കണക്ഷൻ ഒന്നും വരുന്നില്ല അല്ലേ. സോ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ഒരു ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റത്തിൽ ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും സെയിം ആണ് അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി എടുത്ത് നോക്കാം, വേറെ സാധനം കൂടി എടുത്ത് നോക്കാം, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്, EMF ഉണ്ട്. അത് എൻ്റെ ഫേസ് വോൾട്ടേജ് ആണ്, EYB ആണ്. ഓക്കെ, EYB എന്നുള്ള ഫേസ് വോൾട്ടേജ് ഉണ്ട്. ഞാൻ ഈ പറയുന്ന B എന്ന് പറഞ്ഞ ഫേസിലും Y എന്ന് പറഞ്ഞ ഫേസിലും ഉള്ള ടെർമിനൽ വോൾട്ടേജ് ഞാൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, എൻ്റെ ലൈൻ വോൾട്ടേജ്, ഞാൻ 2 ഫേസുകളെ കണക്ട് ചെയ്ത് ഞാൻ ഒരു ലൈൻ വോൾട്ടേജ് എടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? VYB അല്ലേ, VYB. നിങ്ങൾ നോക്കി, VYB എന്ന് പറയുന്നത് ആര് തന്നെയാണ്? EYB തന്നെയാണല്ലേ, EYB തന്നെയാണ്. സോ നമുക്ക് പറയാം, ഒരു ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റത്തിൽ ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ്. അതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് കേട്ടോ, ഓർത്തിരിക്കേണ്ട സാധനം തന്നെയാണ്, ചോദ്യങ്ങൾ വരാറുണ്ട്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, കറണ്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പുറമേ വരും, ഓക്കെ, ഇതിന് പിന്നാലെ വരുന്നതായിരിക്കും. The 3 line conductors are taken from the 3 junctions of the mesh or delta and are designated as R, Y and B. ഒന്നുമില്ല, നമ്മൾ 3 കണ്ടക്ടേഴ്സ് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ജംഗ്ഷനിൽ നിന്നാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. യെസ്, ഓരോ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ ഈ കണ്ടക്ടേഴ്സ് പുറത്തേക്ക് എടുക്കുന്നതെന്നാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ദിസ് ഈസ് കോൾഡ് 3 phase 3 wire ഡെൽറ്റ കണക്ടർ സിസ്റ്റം. നിങ്ങൾ നോക്കിയേ, ഇതിൽ ഏത് കണക്ഷനാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്? നമ്മൾ നേരത്തെ 3 phase 3 wire നമ്മൾ കണ്ടു, 3 phase 4 wire കണ്ടു അല്ലേ. ഇവിടെ നമുക്ക് 3 phase 3 wire മാത്രമല്ലേ പറ്റുള്ളൂ. നിങ്ങൾ നോക്കി എത്ര ഫേസ് ഉണ്ട്, 3 phase ഉണ്ട്. എത്ര വയർ നമുക്ക് ഔട്ടർ എടുക്കാം? യെസ്, ഈ പറയുന്ന ജംഗ്ഷനിൽ നിന്ന് എടുക്കാനേ നമുക്ക് പ്രൊവിഷൻ ഉള്ളൂ. ഇവിടെ ന്യൂട്രൽ പോയിന്റ് ഒന്നും ഇല്ല അല്ലേ. സോ 3 phase 3 wire മാത്രമേ ഒരു ഡെൽറ്റയിൽ പോസിബിൾ ആയിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. യെസ്, ദി അറേഞ്ച്മെൻറ്റ് ഈസ് റെഫേർഡ് ടു ആസ് മെഷ് കണക്ഷൻ ബിക്കോസ് ഇറ്റ് ഫോംസ് എ ക്ലോസ്ഡ് സർക്യൂട്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ മെഷ് കണക്ഷൻ എന്ന് പറയും കേട്ടോ. ഡെൽറ്റ കണക്ഷൻ എന്ന് പറയും, അതേപോലെ മെഷ് കണക്ഷൻ എന്നും പറയും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡെൽറ്റ കണക്ഷൻ ബിക്കോസ് ദി ഡയഗ്രാം ഹാസ് ദി അപ്പിയറൻസ് ഓഫ് ഗ്രീക്ക് ലെറ്റർ ഡെൽറ്റ. കണ്ടോ? ദെൻ ഇൻ ഡെൽറ്റ കണക്ഷൻ നോ ന്യൂട്രൽ എക്സിസ്റ്റ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂട്രൽ ഇല്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോഴൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കൈൻഡ് ഓഫ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. താഴെ പറയുന്നതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. Therefore only 3 phase 3 wire system can be formed. So ഡെൽറ്റയിൽ 3 phase 3 wire മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? യെസ്. As can be seen from figure, only one phase is included between any 2 lines. കണ്ടോ? നേരത്തെ നമ്മൾ സ്റ്റാർ കണക്ഷൻ പറയുന്ന സമയത്ത് ഒരു 2 ലൈൻസ് എടുക്കുന്ന സമയത്ത് അതിന് അക്രോസ് ഒരു ഫേസ് മാത്രമായിരുന്നു, അല്ല, ഒന്നിലധികം ഫേസസ് ഉണ്ടായിരുന്നു അല്ലേ. സ്റ്റാർ കണക്ഷൻ ഇതിനകത്ത് എങ്ങനെയാണ് വരിക? ഈ രീതിയിലായിരിക്കും ഇതിനകത്ത് നമ്മൾ സ്റ്റാർ വരയ്ക്കുകയാണെങ്കിൽ ഉണ്ടാവുക അല്ലേ. അപ്പം ഞാൻ ഒരു ലൈൻ വലിക്കുന്ന സമയത്ത് ഒരു ഫേസ് മാത്രമല്ല, ഈ ഫേസും എന്താ അതിൻ്റെ എഫക്റ്റ് ഇവിടെ വരുന്നുണ്ടല്ലേ. സപ്പോസ് ഈ ഒരു ഫേസിൻ്റെ എഫക്റ്റ് കൂടി ഇവിടെ വരും. പക്ഷേ നേരെ മറിച്ച് നമ്മളൊരു ഡെൽറ്റ കണക്ഷൻ എടുക്കുന്ന സമയത്ത് കണ്ടോ, ഈ ഒരു ഫേസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ അല്ലേ, ഈ ഒരു ഫേസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് ബിറ്റ്വീൻ എനി 2 ലൈൻസ് ഈസ് ഈക്വൽ ടു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫേസ് വോൾട്ടേജ്. ഓക്കെ, സോ ഫേസ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ലൈൻ വോൾട്ടേജ് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് റിസൾട്ട് കേട്ടോ. ഇത് നമ്മുടെ ഫസ്റ്റ് റിസൾട്ട്. ലൈൻ വോൾട്ടേജ് VL ഈസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ്. The 3 phase voltages that is equal to line voltages are equal in magnitude but displaced 120 degree from one another. സ്റ്റാറിൽ കണ്ടതുപോലെ തന്നെ ലൈൻ വോൾട്ടേജസ് 120 ഡിഗ്രി എപ്പാർട്ടാണ്. അത് തന്നെയാണ് ഫേസ് വോൾട്ടേജ് അല്ലേ. സോ ഫേസ് വോൾട്ടേജസ് അതും എന്താ 120 ഡിഗ്രി എപ്പാർട്ടാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. When 3 phase load star or delta connected is connected to the 3 phase delta supply, ഓക്കെ, ഇനി ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഡി സപ്ലൈ എന്ന് കൊടുക്കും, അത് ഡെൽറ്റ സപ്ലൈ ആണ് കേട്ടോ. കറണ്ട് ഫ്ലോസ് ത്രൂ ദി ഫേസസ് കോൾഡ് ഫേസ് കറണ്ട് ആസ് വെൽ ആസ് ത്രൂ ലൈൻസ് കോൾഡ് ലൈൻ കറണ്ട്. സോ നമ്മളിനി പറയാൻ വേണ്ടി പോകുന്നത് ഫേസ് കറണ്ടിനെ കുറിച്ചും ലൈൻ കറണ്ടിനെ കുറിച്ചുമാണ്. അവർ തമ്മിൽ എന്താണ് റിലേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. An examination of figure shows that current in any line is equal to the phasor difference of current in the 2 phases connected to that line. ഞാൻ ഫിഗർ കാണിച്ചു തരാം. കണ്ടോ, ഇപ്പം ഫേസിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട് ഞാനിപ്പം IR എന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണേ. ഈ R ഫേസിൽ കൂടി, ഓക്കെ, ഇതാണ് എൻ്റെ R ഫേസ്. അപ്പം ഈ ഒരു ഫേസിൽ കൂടി IR പാസ് ചെയ്യുന്നു. ദെൻ Y ഫേസിൽ കൂടി പാസ് ചെയ്യുന്നത് IY ആണ്. ദെൻ B ഫേസിൽ കൂടി പാസ് ചെയ്യുന്നത് എന്താണ്, IB ആണ് കേട്ടോ, IB ആണ്. അപ്പം നമ്മൾ സാധാരണയായിട്ട് ഈ ജംഗ്ഷനാണ് RYB എന്നുള്ള പേരുകൾ കൊടുക്കുക. നിങ്ങൾ കണ്ടോ, ഈ R എന്നുള്ള ജംഗ്ഷനിലേക്ക് IR പോകുന്നുണ്ട്. ദെൻ ജംഗ്ഷനിൽ നിന്ന് IB പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലേ. സോ നമ്മുടെ ലൈനിലേക്ക് പോകുന്ന കറണ്ട് ഏതായിരിക്കും? IR മൈനസ് IB അല്ലേ. IR മൈനസ് IB ആയിരിക്കും പുറത്തേക്ക് നമ്മുടെ ലൈനിലേക്ക് പോകുന്നുണ്ടാവുക. എന്തുകൊണ്ടാ? യെസ്, എന്നാൽ മാത്രമല്ലേ ടോട്ടൽ കറണ്ട് 0 ആവുകയുള്ളൂ. ഓക്കെ, കറണ്ട് എൻറ്ററിങ് IR ഉണ്ട്. സോ എന്ത് ചെയ്യണം? കറണ്ട് ലീവിങ് IR ആയിരിക്കണം. ദെൻ കറണ്ട് ലീവിങ് IB ഉണ്ട്. സോ എന്ത് ചെയ്യണം? മൈനസ് IB ലീവ് ചെയ്യണം അല്ലേ. മൈനസ് IB ലീവ് ചെയ്യുന്നു മീൻസ് IB എൻ്റർ ചെയ്യണം അല്ലേ. യെസ്, സോ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഈ ലൈൻ കറണ്ട് ഫസ്റ്റ് ലൈനിലേക്ക് നമ്മൾ ഫസ്റ്റ് കണ്ടക്ടറിലേക്ക് പുറത്തേക്ക് വരുന്ന കറണ്ട് എന്തായിരിക്കും? IR മൈനസ് IB, അല്ലെങ്കിൽ ഈ ജംഗ്ഷനിൽ വന്നിട്ടുള്ള കറണ്ടുകളുടെ ഫേസർ സമ്മ് അല്ലേ. ജംഗ്ഷനിലേക്ക് വന്നിട്ടുള്ള കറണ്ടുകളുടെ ഫേസർ സമ്മ്, അതായത് IR വരുന്നുണ്ട്, ദെൻ മൈനസ് IBയും വരുന്നുണ്ട് അല്ലേ. IB പുറത്തേക്ക് പോകാന്ന് പറയുമ്പം അത് മൈനസ് IB വരുന്നതിന് തുല്യമാണ്. സോ ഫേസർ സം ഓഫ് 2 കറണ്ട്, അതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്.
when three-phase load is connected, current flows through the phases as well as through the line. Current in any line is equal to the phasor difference of the current in the two phases connected to that line. So, പുറത്തേക്ക് പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഫേസർ ഡിഫറൻസ് ആയിരിക്കും എന്ന് പറയാം അല്ലേ. IR-ൻ്റെയും IB-യുടെയും ഫേസർ ഡിഫറൻസ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഈ ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന കറണ്ടുകളുടെ ഫേസർ സം ആണെന്ന് പറയാം. ഓക്കെ, എന്തുകൊണ്ടാണ് ജംഗ്ഷനിലേക്ക് മീറ്റ് ചെയ്യുന്നത്? IR മീറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ -IB മീറ്റ് ചെയ്യുന്നുണ്ട്, സോ ഫേസർ സം അല്ലേ. യെസ്, ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം. Therefore, magnitude of line current is different from the magnitude of phase current. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി എന്തായാലും ലൈൻ കറണ്ടും ഫേസ് കറണ്ടും ഈക്വൽ അല്ല, നേരത്തെ സ്റ്റാർ കണക്ഷനിലെ പോലെ ഈക്വൽ അല്ല, എന്തോ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ. യെസ്, നമ്മളതിൻ്റെ ഒരു ഡെറിവേഷൻ, ചെറിയൊരു ഡെറിവേഷൻ ചെയ്യും കേട്ടോ, അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടും. അപ്പോൾ നിലവിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഫോർ ബാലൻസ്ഡ് ലോഡ് ഈ 3 ഫേസ് കറണ്ടുകൾ ഓക്കെ RY, IR, IY, IB are equal in magnitude but displaced 120 degree from one another. So ഓരോ ഫേസ് കറണ്ടും ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ബാലൻസ്ഡ് ലോഡ് ആണെങ്കിൽ കേട്ടോ. ദെൻ അവയുടെ ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 120 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കുക. ദെൻ റിസൾട്ടാണ് ഇവിടെ പറയുന്നത്, ലൈൻ കറണ്ട് ഈസ് ഈക്വൽ ടു √3 ടൈംസ് ഫേസ് കറണ്ട് കേട്ടോ. I ലൈൻ ഈസ് ഈക്വൽ ടു √3 V ഫേസ്. നേരത്തെ സ്റ്റാറിൽ എന്തായിരുന്നു? I ലൈനും I ഫേസും ഈക്വൽ, അവിടെ V ലൈന് ഈസ് ഈക്വൽ ടു √3 V ഫേസ് അല്ലേ. ഇവിടെയോ? ഇവിടെ V ലൈൻ ഈസ് ഈക്വൽ ടു V ഫേസ്. ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഓക്കെ, ഇവിടെ എന്താ? I ലൈൻ ഈസ് ഈക്വൽ ടു √3 I ഫേസ് ആണ്. ഓക്കെ, ഓർത്ത് വെക്കുക. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് എപ്പോഴും ചോദ്യം ചോദിക്കാറുണ്ട്. ഈ സംഭവം മെൻഷൻ ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പേടിക്കേണ്ട. ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ രീതിയിൽ ചോദിക്കാം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ദി 3 ലൈൻ കറണ്ട് വിൽ ബി ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഡിസ്പ്ലേസ്ഡ് 120 ഡിഗ്രി ഫ്രം ഈച്ച് അതർ. അതായത് ഫേസ് കറണ്ട് പോലെ തന്നെ ലൈൻ കറണ്ടിൻ്റെയും ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കും? 120 ഡിഗ്രിയാണ്. ദെൻ അവരുടെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക, ബാലൻസ്ഡ് ലോഡ് ആണെങ്കിൽ അല്ലേ. യെസ്, സോ വോൾട്ടേജ് ആൻഡ് കറണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോവാണ്, അതിൻ്റെ ഇക്വേഷൻസ് എഴുതാൻ വേണ്ടി പോവാണ്. സോ ഫിഗർ ഷോസ് എ ബാലൻസ്ഡ് 3 ഫേസ് ഡെൽറ്റ കണക്റ്റഡ് സപ്ലൈ സിസ്റ്റം. ഇറ്റ് ഈസ് ഡിസൈഡ് ടു ഫൈൻഡ് ദി റിലേഷൻ ബിറ്റ്വീൻ ലൈൻ വോൾട്ടേജ് ആൻഡ് ഫേസ് വോൾട്ടേജ്, ദെൻ ലൈൻ കറണ്ട് ആൻഡ് ഫേസ് കറണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ലൈൻ വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ്, ലൈൻ കറണ്ട്, ഫേസ് കറണ്ട് തമ്മിലുള്ള റിലേഷൻ ചെയ്യാൻ വേണ്ടി പോവാണ്. തുടങ്ങിയാലോ? ആദ്യം നമ്മൾ പറയുന്നത് ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും നമുക്ക് ഓൾറെഡി അറിയാമല്ലേ, എന്താണ്, ദേ ആർ ഈക്വൽ നമുക്കറിയാം. അത് ഈ ഒരു ഡയഗ്രാം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സിൻസ് സിസ്റ്റം ഈസ് ബാലൻസ്ഡ്, 3 ഫേസ് വോൾട്ടേജസ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഡിസ്പ്ലേസ്ഡ് 120 ഡിഗ്രി ഫ്രം വൺ അനദർ. ഫിഗർ ഷോസ് ദാറ്റ് ഓൺലി 1 ഫേസ് വൈൻഡിങ് ഈസ് ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ എനി പെയർ ഓഫ് ലൈൻ. കണ്ടോ, നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ, ലൈൻ എന്ന് പറയുമ്പോൾ എന്താ, 2 ഫേസുകൾ തമ്മിലല്ലേ, അതിനിടയിൽ ഒരു വൈൻഡിങ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ V ഫേസ് തന്നെയായിരിക്കും V ലൈൻ അല്ലേ, V ലൈൻ തന്നെയായിരിക്കും V ഫേസ്. ഹെൻസ് ഇൻ ഡെൽറ്റ കണക്ഷൻ ദി ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ദി ഫേസ് വോൾട്ടേജ്. സോ ഇത് ഫസ്റ്റ് റിസൾട്ടായിട്ടൊരു ബോക്സിൽ ഇട്ട് വെക്കുക കേട്ടോ. V ലൈൻ ഈസ് ഈക്വൽ ടു V ഫേസ് ഇൻ മാഗ്നിറ്റ്യൂഡ്. ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കും? യെസ്, അവരുടെ ഓരോ ഫേസ് വോൾട്ടേജ് തമ്മിലും 120 ഡിഗ്രിയുടെ ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ഓരോ ലൈൻ വോൾട്ടേജുകൾ തമ്മിലും 120 ഡിഗ്രിയുടെ ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ലൈൻ കറണ്ടും ഫേസ് കറണ്ടും കേട്ടോ. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേഷൻ്റെ ആവശ്യമുള്ളൂ, മറ്റേത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണല്ലേ. യെസ്, സിൻസ് ദി സിസ്റ്റം ഈസ് ബാലൻസ്ഡ്, ഫേസ് കറണ്ട് IR, IY, IB ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഡിസ്പ്ലേസ്ഡ് 120 ഡിഗ്രി ഫ്രം വൺ അനദർ. കറണ്ട് ഇൻ എനി ലൈൻ ഈസ് ഈക്വൽ ടു ദി ഫേസ് ഡിഫറൻസ് ഓഫ് ദി കറണ്ട് ഇൻ ദി 2 ഫേസസ് അറ്റാച്ച് ടു ദി ലൈൻ. ഇപ്പോൾ I1 എന്നുള്ള കറണ്ടാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ ലൈൻ കറണ്ട് എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നത്. സോ I1 എന്ന് പറയുന്നത് ലൈൻ കറണ്ടാണ്. അതിന് എനിക്ക് എന്ത് ചെയ്യണം, ഈ ഫേസ് കറണ്ടുകളുടെ രീതിയിൽ എനിക്കൊന്ന് എഴുതിയെടുക്കണം. സോ I1 എന്താ, IR മൈനസ് IB അല്ലേ, IR മൈനസ് IB ആണ് എൻ്റെ I1 എന്ന് പറയുന്നത്. നമുക്ക് ഫിഗർ നോക്കിയാലോ. യെസ്, IR എവിടെയാണുള്ളത്? IR എന്ന് പറയുന്ന കറണ്ട് ഇവിടെയുണ്ട് കേട്ടോ, IR ഇവിടെയുണ്ട്. ഇനി മൈനസ് IB വേണ്ടേ? IB ഇവിടെയുണ്ട് കേട്ടോ, IB ഇവിടെയുണ്ട്. മൈനസ് IB എങ്ങനെ കിട്ടുക? ഈ IBനെ നേരെ ബാക്കിലേക്ക് നമുക്ക് എക്സ്ട്രാ പൊളൈറ്റ് ചെയ്താൽ മതി അല്ലേ. IBനെ നേരെ ബാക്കിലേക്ക് എടുക്കുക, അതേ മാഗ്നിറ്റ്യൂഡ് ഞാൻ ബാക്കിലേക്ക് എടുത്തു. അപ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താ, മൈനസ് IB അല്ലേ, മൈനസ് IB കിട്ടി. ഇനി ഇവരുടെ പാരലോഗ്രാം മെത്തേഡ് വഴി ഞാൻ ഇതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിച്ചാൽ എനിക്ക് കിട്ടുന്നത് എന്തായിരിക്കും?
കണ്ടോ IR മൈനസ് IB ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. കണ്ടോ IR മൈനസ് IB എനിക്ക് കിട്ടി. സോ IR മൈനസ് IB എന്താ സാധനം? ഈ ഒരു പാരലോഗ്രാമിൽ ഈ IR എന്നുള്ള കറണ്ട് മൈനസ് IB എന്നുള്ള കറണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് അല്ലേ? യെസ്. സോ അതിൻ്റെ ടോട്ടൽ ആംഗിൾ അവ തമ്മിലുള്ള ടോട്ടൽ ആംഗിൾ എത്രയാണ്? 60 ആണ്. സോ ഈ IR മൈനസ് IB എത്ര ഡിഗ്രിയിലായിരിക്കും ഉണ്ടാവുക? അതതിൻ്റെ റിസൾട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ടോട്ടൽ ആംഗിളിനെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യും. സോ ഈ ആംഗിൾ എത്രയായിരിക്കും? 30 ഡിഗ്രി കേട്ടോ. 30 ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ. ദെൻ IRൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? IR എന്ന് പറയുന്നത് എൻ്റെ ഫേസ് കറണ്ട് ആണ് അല്ലേ? I ഫേസ്. എനിക്ക് എന്ത് ചെയ്യാം? ഫേസ് കറണ്ട് എന്ന് മാഗ്നിറ്റ്യൂഡ് എടുക്കാം. അതെന്തിനാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ അടുത്ത സ്ലൈഡിൽ ഞാനത് ഒന്ന് ഡിറൈവ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നത് കേട്ടോ. യെസ്. സോ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പം ഈ ഒരു ഫിഗർ വെച്ചിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് കറണ്ട് ഇൻ ലൈൻ 1. ഓക്കെ, ഫസ്റ്റ് ലൈനിലുള്ള കറണ്ട്, അതായത് ഈ 1 കണ്ടോ, അതാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ തുടങ്ങിയാലോ? യെസ്. കറണ്ട് ഇൻ ലൈൻ 1. ഓക്കെ, അതെന്താണ്? യെസ്, അതിനെ ഞാൻ I1 എന്ന് വിളിക്കുകയാണെങ്കിൽ I1 ഈസ് ഈക്വൽ ടു IR മൈനസ് IB. അതേപോലെ I2 ഉണ്ടല്ലോ, നിങ്ങൾ നോക്കിയേ, ഇവിടെ I2 ഉണ്ട്. I2 എന്താ? IY മൈനസ് IR അല്ലേ? ഞാൻ I3യോ? IB മൈനസ് IY. അത് മൂന്നും ഞാൻ ഇവിടെ എഴുതാൻ വേണ്ടി പോവാണേ. I2 ഈസ് ഈക്വൽ ടു IY മൈനസ് IR. I3 ഈസ് ഈക്വൽ ടു IB മൈനസ് IB. ഓക്കെ, സോ I1 ഈസ് ഈക്വൽ ടു, നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കിയേ, I1 എന്ന് പറയുന്നത് എന്താ? IR മൈനസ് IB എന്ന് പറഞ്ഞു. IR ഇതാണ്, ദെൻ മൈനസ് IB ഇതാണ്. ഇനി ഈ IR എന്ന് പറയുന്നത് എന്താ? I ഫേസ് അല്ലേ? I ഫേസ് ആണ്. IBയോ? മൈനസ് IBയോ? മൈനസ് IBയും I ഫേസ് തന്നെയാണ്. സോ ഞാൻ നേരത്തെ ഒരു പാരലോഗ്രാം മെത്തേഡ് വഴി ചെയ്യുന്ന സമയത്ത് അതിലൊരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 2 ഇൻറ്റു ഈ മാഗ്നിറ്റ്യൂഡ് അല്ലേ? 2 ഇൻറ്റു ഈ മാഗ്നിറ്റ്യൂഡ് എത്രയായിരുന്നു? I ഫേസ് ഇൻറ്റു കോസ് ഇൻറ്റു ഈ ടോട്ടൽ ആംഗിളിൻ്റെ പകുതി അല്ലേ? ടോട്ടൽ ആംഗിളിൻ്റെ പകുതി θ/2. സോ കോസ് 60/2 ഇസ് ഈക്വൽ ടു 2 I ഫേസ് കോസ് 30. കോസ് 30 √3/2 അല്ലേ? സോ 2 ഇൻറ്റു I ഫേസ് ഇൻറ്റു √3/2. സോ ആൻസർ എന്താ കിട്ടിയേ? √3 I ഫേസ് അല്ലേ? യെസ്, √3 I ഫേസ് ആണ് എനിക്ക് കിട്ടിയ മാഗ്നിറ്റ്യൂഡ്. സോ I1 ഈസ് ഈക്വൽ ടു √3 I ഫേസ് എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇതൊരു ബോക്സിലാക്കിയിട്ട് ഇടുക. ഇതേ വാല്യൂ തന്നെയായിരിക്കും I2നും I3ക്കും ഉണ്ടാവുക കേട്ടോ. സോ I2 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? IY മൈനസ് IR ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുക, ചെയ്താലും ഇതേ ആൻസർ തന്നെയായിട്ട് √3 I ഫേസ് എന്ന് കിട്ടും. ദെൻ I3 ചെയ്താലും കിട്ടുന്നത് എന്തായിരിക്കും? √3 I ഫേസ് തന്നെയാണ് കിട്ടുക. സോ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക കേട്ടോ, എവിടെയാണ് ലൈൻ കറണ്ടും ഫേസ് കറണ്ടും റിലേഷൻ √3 I ഫേസ് എന്നുള്ള രീതിയിൽ വരിക എന്ന് മനസ്സിലാക്കുക. ഈ I1ഉം I2ഉം I3 ഒക്കെ എന്താ? ലൈൻ കറണ്ട് അല്ലേ? ലൈൻ കറണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെ വീണ്ടും എടുത്തതാണ്. I ലൈൻ ഈസ് ഈക്വൽ ടു √3 I ഫേസ് ഫോർ ഡെൽറ്റ കണക്ഷൻ. ഓക്കെ, ഫോർ ഡെൽറ്റ കണക്ഷൻ. അവിടെ കൃത്യമായിട്ട് എഴുതി വെക്കുക, ഡെൽറ്റ ആണെന്ന് എഴുതി വെക്കുക. എന്തുകൊണ്ടാണ്? സ്റ്റാറിൽ ഇങ്ങനെയല്ല അല്ലേ? സ്റ്റാറിൽ എന്തായിരുന്നു? സ്റ്റാറിൽ I ലൈൻ ഈസ് ഈക്വൽ ടു I ഫേസ് ആയിരുന്നു സ്റ്റാറിൽ. സോ ഇത് കൃത്യമായിട്ട് എഴുതിയെടുക്കുക കേട്ടോ. ഞാനത് ഇവിടെ റിസൾട്ടായിട്ട് പറയുന്നുണ്ട്. ദി 3 ലൈൻ കറണ്ട് I1, I2 ആൻഡ് I3 ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്, ഈച്ച് ബീയിങ് ഈക്വൽ ടു √3 I ഫേസ്. ഓക്കെ അല്ലേ? Therefore in delta connection supply system, line current IL is equal to √3 I phase. Line currents are 30 degree behind the respective phase current. കണ്ടോ, ഇവിടെ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും തമ്മിലുള്ള ഫേസ് ആംഗിൾ കൂടി പറഞ്ഞു. നമ്മൾ ഓർമ്മയുണ്ടോ? സ്റ്റാർ കണക്ഷനിൽ നമ്മൾ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും തമ്മിലുള്ള ഫേസ് കണക്ഷൻ ഒരു ഫേസ് ആംഗിളിൻ്റെ ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതേപോലെ തന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ലൈൻ കറണ്ട് ലാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഫേസ് കറണ്ടുമായിട്ട് ലാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടോ, നിങ്ങൾ നോക്കിയേ, IR അല്ലേ നമ്മളിവിടെ എടുക്കുന്ന ഫേസ് കറണ്ട്. ദെൻ ലൈൻ കറണ്ട് എന്താ? IR മൈനസ് IB ആണ് അല്ലേ? സോ IRനെയാണ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു IR ആണ് പറയുക. ഇപ്പോൾ ആരാ ലീഡ് ചെയ്യുന്നത്? യെസ്, നമ്മുടെ ഫേസ് കറണ്ട് ആണ് ലീഡ് ചെയ്യുന്നത്. എത്ര ആംഗിൾ? 30 ഡിഗ്രി അല്ലേ? ഇത് 60 ആണെങ്കിൽ ഈ ആംഗിൾ 30 ആണ്. സോ ഇവിടെ IL ലാഗ്സ് I ഫേസ് ബൈ 30 ഡിഗ്രി കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക, ചോദിക്കാറുണ്ട് കേട്ടോ. അതർ സ്റ്റേറ്റ് PSCയിലൊക്കെ ചോദിക്കാറുണ്ട്, നമുക്കും അത് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അവിടെ സ്റ്റാർ ഇട്ട് മാർക്ക് ചെയ്ത് വെക്കുക.
ഹെൻസ് ഇൻ എ ബാലൻസ്ഡ് ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റം ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ലൈൻ കറണ്ട് √3 ഫേസ് കറണ്ട് ആണ്. ഓൾ ദി ലൈൻ കറണ്ട്സ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്. √3 ഐ ഫേസ് ആണ്. ബട്ട് ഇറ്റ് ഡിസ്പ്ലേസ്ഡ് 120 ഡിഗ്രി ഫ്രം വൺ അനദർ. ലൈൻ കറണ്ട് ആർ 30 ഡിഗ്രി ബിഹൈൻഡ് ദി റെസ്പെക്റ്റീവ് ഫേസ് വോൾട്ടേജ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ദി ആംഗിൾ ബിറ്റ്വീൻ ദി ലൈൻ കറണ്ട് ആൻഡ് ദി കറസ്പോണ്ടിങ് ലൈൻ വോൾട്ടേജ് ഈസ് 30 ± 5 അല്ലേ. ലൈൻ കറണ്ടും ഫേസ് വോൾട്ടേജും തമ്മിലുള്ള ആംഗിൾ 30 ± 5 ആണ്. പ്ലസ് ഇഫ് ലാഗിങ് മൈനസ് ഇഫ് ഇറ്റ് ഈസ് ലീഡിങ്. കേട്ടോ, നമ്മളിപ്പോൾ ഒരു ലൈൻ വോൾട്ടേജ് എടുക്കുകയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, നമ്മുടെ ലൈൻ വോൾട്ടേജ് എന്താ? ഫേസ് വോൾട്ടേജ് തന്നെയാണ് ലൈൻ വോൾട്ടേജ് ആയിട്ട് വരിക. നമ്മളത് എടുക്കുന്ന സമയത്ത് ലൈൻ വോൾട്ടേജും അതേപോലെ ലൈൻ കറണ്ടും തമ്മിലുള്ള ആംഗിൾ 30 ± 5 ആണ്. അത് ലാഗിങ് ആണെങ്കിൽ 30 + 5, ദെൻ ലീഡിങ് ആണെങ്കിൽ 30 - 5. ഓക്കെ, ഓർത്ത് വെക്കണേ. ഈ 5 എന്ന് പറയുന്നത് ആക്ച്വലി ഫേസ് കറണ്ടും ഫേസ് വോൾട്ടേജും തമ്മിലുള്ള ആംഗിൾ ആണെന്ന് കൃത്യമായ ധാരണ ഉണ്ടാവുക. ദെൻ 30 ± 5 വരുന്നത് ലൈൻ കറണ്ടും ലൈൻ വോൾട്ടേജും തമ്മിലാണ്. ഓക്കെ, ദെൻ ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ്. അതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമ്മൾ ഡെൽറ്റ കണക്ഷൻ കംപ്ലീറ്റ് ആയെന്ന് പറയാൻ വേണ്ടി പറ്റും. ദെൻ പവറിൻ്റെ ഒരു ഇക്വേഷൻ എഴുതി നോക്കിയാലോ. 3 ഫേസ് ഡെൽറ്റ കണക്റ്റഡ് നെറ്റ്വർക്കിൽ എങ്ങനെയാണ് പവർ വരിക നോക്കിയാലോ. വളരെ ഈസിയാണ്. പവറിൻ്റെ ജനറൽ ഇക്വേഷൻ തന്നെ. ടോട്ടൽ പവർ എന്തായിരിക്കും? 3 ഫേസ് പവർ എന്ന് പറയുന്നത് 3 × പവർ പെർ ഫേസ് അല്ലേ. ഇൻഡിവിജ്വൽ ഫേസസിലുള്ള പവർ ചെയ്താൽ മതി. സോ വി ഫേസ് × ഐ ഫേസ് × cos ∅ ആണ് ഓരോ ഫേസിലെയും പവർ. അതിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, യെസ്. സോ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും 3 എനിക്ക് വേണ്ടത് ഇതിനെ ലൈനിലേക്ക് കൺവേർട്ട് ചെയ്യലാണ്. ഫേസ് വോൾട്ടേജിനെ ലൈൻ വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം ഡെൽറ്റയിൽ ഫേസ് വോൾട്ടേജും ദെൻ ലൈൻ വോൾട്ടേജും സെയിം ആണല്ലേ. സോ എനിക്ക് എന്ത് പറയാം? യെസ്, വി ഫേസിന് പകരം വി ലൈൻ എന്ന് എഴുതാം. ദെൻ ഐ ഫേസും ഐ ലൈനും തമ്മിൽ എന്താ വ്യത്യാസം? ലൈൻ കറണ്ട് ഈസ് ഈക്വൽ ടു √3 ടൈംസ് ഐ ഫേസ്. സോ ഐ ഫേസ് എന്തായിരിക്കും? ഐ ഫേസ് ഈസ് ഈക്വൽ ടു ഐ ലൈൻ ബൈ √3. ഞാനിവിടെ എഴുതാൻ വേണ്ടി പോവാണ്. ഐ ലൈൻ ബൈ √3. cos ∅ അങ്ങനെ തന്നെ അല്ലേ, പവർ ഫാക്ടർ. ചെയ്തോ, 3യും √3 ഉണ്ട്, കട്ടായി. സോ √3 VL IL cos ∅ എന്നുള്ളതാണ് പവർ ഇൻ 3 ഫേസ് നെറ്റ്വർക്കിലെ ഇക്വേഷൻ. ഓക്കെ, അത് ഡെൽറ്റ കണക്റ്റഡ് ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതേ ഇക്വേഷൻ തന്നെയല്ലേ നമ്മൾ സ്റ്റാറിലോ ചെയ്തത് അല്ലേ. സോ സ്റ്റാർ ആണെങ്കിലും ഡെൽറ്റ ആണെങ്കിലും പവറിന് ഒരേ ഇക്വേഷൻ തന്നെയാണ്. 3 ഫേസ് നെറ്റ്വർക്ക് ആണെങ്കിൽ √3 VL IL cos ∅. കേട്ടോ, നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. ദെൻ നിങ്ങൾക്ക് റിയാക്റ്റീവ് പവർ എന്തായിരിക്കും വരിക? റിയാക്റ്റീവ് പവർ √3 VL IL sin ∅ വരും. ദെൻ എസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പാരൻറ്റ് പവർ എടുക്കും കേട്ടോ. അപ്പാരൻറ്റ് പവറിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എസ് എന്ന് ഡിനോട്ട് ചെയ്യും. അതെന്തായിരിക്കും? അത് √3 VL IL കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വരുന്ന പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. പവർ ഫാക്ടർ സപ്പോസ് കണ്ടുപിടിക്കണോ, എന്ത് ചെയ്താൽ മതി? ആക്റ്റീവ് പവർ ബൈ അപ്പാരൻറ്റ് പവർ ചെയ്താൽ മതി അല്ലേ. ഒരു ക്വസ്റ്റ്യനിൽ സപ്പോസ് നിങ്ങൾക്ക് ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞിട്ട് തന്നു. ഓക്കെ, ആക്റ്റീവ് പവർ ഗിവണാന്ന് വിചാരിച്ചോ. ദെൻ അപ്പാരൻറ്റ് പവർ തന്നു വിചാരിച്ചോ, അപ്പാരൻറ്റ് പവറും. ദെൻ നിങ്ങളോട് പവർ സിസ്റ്റമാണ്, നിങ്ങളോട് പവർ ഫാക്ടറാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞെങ്കിൽ എന്താ ചെയ്യുക? പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു ആക്റ്റീവ് പവർ ബൈ അപ്പാരൻറ്റ് ചെയ്താൽ മതി അല്ലേ. എന്തുകൊണ്ടാണ്? യെസ്, ഇവിടെ √3 VL IL cos ∅ ആണ്, ഇവിടെ √3 VL IL മാത്രമാണ്. സോ cos ∅ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അതാണ് നമ്മുടെ പവർ ഫാക്ടർ കേട്ടോ. സോ അത്തരം കാര്യങ്ങളൊക്കെ ചെറിയ പ്രോബ്ലമൊക്കെ ആയിട്ട് തരാൻ സാധ്യതയുണ്ട്. എന്ത് ചെയ്യുക? മിസ് ചെയ്യരുത്. അപ്പോൾ അതുകൂടി ഞാനിവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പവർ ഈസ് ഈക്വൽ ടു √3 VL IL cos ∅. cos ∅ ഈസ് ദി പവർ ഫാക്ടർ ഓഫ് ഈച്ച് ഫേസ് അല്ലേ. ഓർത്ത് നോക്കുക, വി ഫേസും ഐ ഫേസും തമ്മിലുള്ള ആംഗിളാണ് ഈ ∅ എന്ന് മനസ്സിലാക്കുക. Then note that in either case star or delta expression for the total power is the same provided that the system is balanced അല്ലേ. യെസ്, സ്റ്റാർ ആയാലും ഡെൽറ്റ ആയാലും പവറിൻ്റെ ഇക്വേഷൻ സെയിം ആണ്. ദെൻ റിയാക്റ്റീവ് പവറിൻ്റെയും അപ്പാരൻ്റ് പവറിൻ്റെയും ഞാൻ ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട്, അതുകൂടി നോട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി വരുന്ന കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ അത് കുറച്ചൊരു ലെങ്തി ആയിട്ട് വരും. ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ടോ അത് മൊത്തം എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാം? അടുത്തൊരു വീഡിയോയിൽ വരാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്